Hello, my dear friends. ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർഡ് തോട്ട്സിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് 2 വീക്ക് മുന്നേ ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് എന്ന കമ്പനി റെക്കമെൻഡ് ചെയ്തിരുന്നു. എൻ്റെ ഫുൾ എന്തുകൊണ്ടാണ് സ്റ്റോക്കിനെ പറ്റി പറഞ്ഞതിന് ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ 20% അപ്പ് ലോക്കാണ് സ്റ്റോക്ക്. ഇന്ന് ഈ വീഡിയോ കിട്ടാനുള്ള പ്രധാന കാരണം ആ സ്റ്റോക്ക് റീസെൻ്റ്ലി IPO വന്ന സ്റ്റോക്കാണ്. അതിൻ്റെ ലോക്കിൻ പീരീഡ് 9th അവസാനിക്കുകയാണ്. ലോക്കിൻ പീരീഡ് അവസാനിക്കും സ്വാഭാവികമായിട്ട് സെല്ലിംഗ് ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി ഒരു 25-30% റിട്ടേൺ റെക്കമെൻഡ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ആലോചിക്കാം. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോവാം, അതല്ലെങ്കിൽ സെല്ല് ചെയ്യാം. ഈ ഒരു ബെയർ മാർക്കറ്റിൽ ഒരു 30% കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതാണ്. ഇന്ന് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഈ ആങ്കർ ഇൻവെസ്റ്റേഴ്സിന് ഓൾറെഡി ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ചിലപ്പോൾ 300-200% ലാഭത്തിലായിരിക്കും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും അവർ ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ സ്റ്റോക്ക് വിറ്റ് പോകും. അങ്ങനെയാണ് മോസ്റ്റ്ലി എല്ലാ സ്റ്റോക്കിനും കാണൽ. ഇപ്പോൾ റീസെൻ്റ്ലി ഈ മമത മിഷനറീസിലൊക്കെ ഒരു കറക്ഷൻ വരാൻ കാരണം ആങ്കർ ഇൻവെസ്റ്റർ സെൽ ഓഫ് ആണ്. അതിന് ശേഷം ഈ കമ്പനി പൊട്ടൻഷ്യൽ നോക്കിയിട്ട് സ്റ്റോക്ക് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. ആ സ്റ്റോക്കിന് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മോണോപ്പൊളി സ്റ്റോക്കാണ് സാധ്യതയുണ്ട്. പണ്ട് ഞാൻ ഫ്രോണ്ടേഴ്സ് സ്പ്രിങ്സ് പറഞ്ഞിരുന്നത് സ്റ്റോക്ക് അതൊരു മോണോപ്പൊളി സ്റ്റോക്കായിരുന്നു. ഒരു ചെറിയൊരു കോയിൽ സ്പ്രിങ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് റെയിൽവേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന ഒരു പൈപ്പ്, അതിൻ്റെ വെയിറ്റ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ട്രെയിനിൻ്റെ മേലെ 500 കിലോ വെയിറ്റ് കുറയുന്ന പറഞ്ഞ്, അതുകൊണ്ട് മാൻഡേറ്ററി ആക്കാൻ ഒരു സാധ്യത ഉണ്ട്. ഒരു മോണോപ്പൊളി ബിസിനസ് ആണ്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ഓൾറെഡി 30% കിട്ടിയ സ്ഥിതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നല്ലത്. കാരണം ഒരുപാട് സ്റ്റോക്സ് അല്ലാത്ത നല്ല സ്റ്റോക്സൊക്കെ ചീപ്പിൽ വാലിഡ് ആണ്. ഒരു റീസൺ അത്. രണ്ടാമത്തെ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് സെൽ ഓഫ് വരാൻ ചാൻസ് ഉണ്ട് അവർ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ. ഇപ്പോൾ 9th അവർ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞത്. അതുകൊണ്ട് ഓൾറെഡി മനസ്സിൽ വെച്ച് ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച വരെ കയറി പോയേക്കാം. സാധ്യത കുറവാണ്. ഇന്ന് ബുൾ മാർക്കറ്റ് ഒരു കറക്ഷൻ ഉണ്ടാവും. സോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒന്നെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ കിട്ടിയ ലാഭം ബുക്ക് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോക്ക് ചീപ്പിൽ അവൈലബിൾ ആണ്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഇട്ടത്. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻ്റ് ലിസണിങ്. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.